ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മതനിന്ദ കുറ്റം ആരോപിച്ച് ഒരു യൂട്യൂബറെ അത് വനിതാ യൂട്യൂബറെയാണ് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ മമതാ ബാനർജി അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയായിരിക്കുകയാണ്. എന്താണ് ഈ യൂട്യൂബർ ചെയ്ത കുറ്റം? എന്തിനാണ് മമത ഇവരെ അറസ്റ്റ് ചെയ്തത്? ശർമിഷ്ഠ പാനോളി എന്ന് പറയുന്ന ഒരു 22കാരി, അവർ ഒരു യൂട്യൂബറാണ്. അവർക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ, സമൂഹമാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിൽ 1,75,000 ഫോളോവേഴ്സ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രിയമാണ് അവരുടെ ഈ പോസ്റ്റുകൾക്ക്, വലിയ പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. അവരെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അവരിട്ട ഒരു പോസ്റ്റിനെ ചൊല്ലി അതിൽ മതനിന്ദാ കുറ്റം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവർ റിമാൻഡിലാണ്. അത് കൊൽക്കത്തയിൽ നിന്നെത്തിയ ബംഗാൾ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും പുറത്തും ഉയരുകയാണ്. അതെ, ഓപ്പറേഷൻ സിന്ദൂരിനെ അനുകൂലിച്ചുകൊണ്ട് അവർ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ മമതാ ബാനർജി ഇവർക്കെതിരെ ഈ നടപടി എടുത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഡച്ച് പാർലമെൻറ്റ് അംഗവും പാർട്ടി ഫോർ ഫ്രീഡം അതിൻ്റെ നേതാവുമായ ഗീർട്ട് വെൽഡേഴ്സ്, ഈ ഗീർട്ട് വെൽഡേഴ്സ് വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം നരേന്ദ്രമോദിക്ക് അടക്കം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയോടടക്കം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടടക്കം അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഈ ശർമിഷ്ഠയെ കുറ്റവിമുക്തയാക്കണം. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർ സത്യമാണ് പറഞ്ഞത്, അവർ അസത്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനും വലിയ പ്രചാരവും പിന്തുണയും കിട്ടുന്നുണ്ട്. ശരിക്കും മമത വലിയ പ്രതിരോധത്തിലാണ്. മമതയുടെ ഈ എടുത്തുചാട്ടം അത് വളരെ കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കൃത്യമായിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന ആക്ഷേപം സോഷ്യൽ മീഡിയയിലെമ്പാടും ഉയർന്നു കഴിഞ്ഞു. ഈ ശർമിഷ്ഠ പാനോളി 22കാരിയാണ്. അവർ ചെയ്ത കുറ്റം എന്താണെന്ന് നോക്കാം. ഇവർ ആരോപിക്കുന്നത് പോലെ എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നോക്കാം. അവർ ഈ പിന്നെ ഓപ്പറേഷൻ സിന്ദൂരിനെ അനുകൂലിച്ചൊരു പോസ്റ്റ് ഇട്ടു എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു ബോളിവുഡ് താരങ്ങൾ ആരും അതിനെ പിന്തുണയ്ക്കുകയോ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അവർ മൗനത്തിലാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. അപ്പോൾ അതിന് താഴെ ഒരു പാക് യുവതി ഒരു റിയാക്ഷനുമായിട്ട് വന്നു. അവരൊരു പ്രതികരണം അതിൽ നടത്തി. ഇത് ഇന്ത്യ തെളിവില്ലാതെ ഞങ്ങൾക്ക് മേൽ ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അതിന് ഇവർ നൽകിയ മറുപടിയിൽ ചില വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആ വർഗീയ പരാമർശങ്ങളുടെ പേരിലാണ് ആ വർഗീയ പരാമർശങ്ങളാണ് എന്ന് ആൾക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ അവർ അത് പിൻവലിക്കുക, വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് വർഗീയ പരാമർശങ്ങളാണെന്ന് ആരോപിച്ച് ഈ ശർമിഷ്ഠ മാപ്പും പറഞ്ഞു. ഇക്കാര്യത്തിൽ ഞാൻ അത് പറഞ്ഞത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്നവർ മാപ്പും പറഞ്ഞു. പക്ഷേ ഇവരിപ്പോൾ ഗുരുഗ്രാമിലുണ്ട്, ഹരിയാനയിലെ ഗുഡ്ഗാവ് എന്ന് പറയുന്ന ഗുരുഗ്രാമിലുണ്ട് ഇവർ പൂനെയിൽ ഒരു നിയമ വിദ്യാർത്ഥിനിയാണ് ഈ ശർമിഷ്ഠ. അപ്പോൾ നിസ്സാരകാരിയല്ല, അവർക്കറിയാം എന്തൊക്കെയാണ് പറയാൻ പാടുള്ളത് പറയാൻ പാടില്ലാത്തതെന്നറിയാം. അതുകൊണ്ട് അവർക്ക് തെറ്റാണെന്ന് തോന്നിയ ഉടനെ തന്നെ അവരത് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ ഈ അവസരം മുതലെടുത്ത് കൊൽക്കത്ത പോലീസിന് പരാതി അവിടെ കിട്ടി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇവരെ തെരഞ്ഞു പിടിച്ച് ഈ ഗുഡ്ഗാവിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഈ ബംഗാളിലെ BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുകാന്ത മജൂംദാർ, അദ്ദേഹം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ മതകോടതി നിലനിൽക്കുന്ന രാഷ്ട്രമല്ലെന്നും ഒക്കെ പറഞ്ഞാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ട്. അതേസമയം മമതാ ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കൾ സനാതനധർമ്മത്തെയും മഹാകുംഭമേളയും ഒക്കെ അധിക്ഷേപിച്ച് അതിരൂക്ഷമായ കമൻറ്റുകളും പോസ്റ്റുകളും പ്രസ്താവനകളും ഒക്കെ ഇറക്കിയിരുന്നു. അന്നൊന്നും നടപടി സ്വീകരിക്കാത്ത പോലീസ് ഈ ഒരു നിസ്സാര കാര്യത്തിന് നടപടി എടുത്തിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJP MPയും നടിയുമായ കങ്കണ റണാവത്ത്, ഈ കങ്കണ റണാവത്ത് നമുക്കറിയാമല്ലോ, അവർ എല്ലാ കാലത്തും മമതയ്ക്കെതിരെ നിലകൊണ്ട ഒരാളാണ്. ഈ മമതയുടെ ഈ സനാതനധർമ്മ വിരുദ്ധ നിലപാടുകളെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്യുകയും അവർ BJPയുടെ MPയാണ്. അവിടെ ബംഗാളിൽ BJP പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റീസ്, അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, അതിനൊക്കെ എതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്
ഈ റണാവത്ത് ഈ കങ്കണ റണാവത്തും ഈ ശർമിഷ്ഠ പാനോളിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മമതയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അവരും ഉയർത്തുന്നത്. അതുപോലെ BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റിനെ അപലപിച്ച് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗീർട്ട് വൈൽഡേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് വൈറലായിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കളങ്കമാണ്, സത്യം പറഞ്ഞതിന് അവരെ ശിക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു മതേതരത്വം എന്ന് പറയുന്നത് 1 വേ അല്ല, അത് 2 വേ ആണ്. ഇങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ടും കിട്ടും. അത് എന്താണെങ്കിലും ഇങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് അങ്ങോട്ടും കിട്ടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ അഭിപ്രായം ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ മതേതരത്വം എന്ന് പറയുന്നത് 2 വരി പാതയാണ്, അല്ലാതെ 1 വേ ട്രാഫിക് അല്ല അവിടെ നിലനിൽക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. അതുപോലെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ MPമാർ നേരത്തെ സനാതനധർമ്മത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത് രാജ്യം മുഴുവനും കണ്ടതാണ്. അവരാണ് ഇപ്പോൾ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി ഒരു സമുദായത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്ന് പവൻ കല്യാൺ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ ഇവർക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ശർമിഷ്ഠ പാനോളിയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവായ ഈ ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം രംഗത്ത് വന്നിട്ടുണ്ട്. കാർത്തി ചിദംബരം പറയുന്നത് ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് തെളിയിച്ചിട്ടില്ല. ഇവരുടെ പോസ്റ്റ് കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അക്രമമോ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായി, ഒരു ക്രമസമാധാനം ലംഘിക്കപ്പെട്ടു, ക്രമസമാധാനത്തിന് ഭംഗം വരുത്തി എന്നൊരു കേസ് ഒരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്? ഇത് അറസ്റ്റ് പാടില്ലാത്തതാണ്, അറസ്റ്റ് പിൻവലിക്കണം, ഇത് അധികാര ദുർവിനിയോഗമാണ് എന്ന് കാർത്തി ചിദംബരം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തെമ്പാട് നിന്നും വലിയ, നമുക്കറിയാലോ കാർത്തി ചിദംബരം തമിഴ്നാട്ടിലുള്ള ഒരാളാണ്. ഇന്ത്യയിലെ ഒരു യുവതി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ചുള്ള ഒരു പോസ്റ്റാണ് അതിന്റെ മെയിൻ ഹെഡ് ആയിട്ട് വരുന്നത്. അല്ല, അവർ അതിന്റെ താഴെയാണ് അനുകൂലിച്ച് പോസ്റ്റ് ഇടുകയും അതിന് ഒരു പാക് യുവതി ഒരു കമന്റ് ഇട്ടപ്പോൾ ആ കമന്റിന് അവർ മറുപടി കൊടുത്തു. സ്വാഭാവികമായിട്ടും ശത്രു രാജ്യത്തിനെതിരെ പറയുന്ന ഒരു കമന്റിനകത്ത് കുറച്ച് വർഗീയ പരാമർശങ്ങൾ വന്നുപോയി. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ മറ്റുള്ള ലോകരാജ്യങ്ങൾ നോക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ച് ഇന്ത്യൻ യുവതിക്കെതിരെ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി കേസെടുത്തിരിക്കുന്നു. ഇതാണ് അതിലെ ഏറ്റവും പ്രസക്തമായ വിഷയം. അപ്പോൾ അവർ വീഡിയോ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. എന്നിട്ടും അവരെ വേട്ടയാടുന്ന ഈ മമതയുടെ ഈ നിലപാടിനെയാണ് എല്ലാവരും അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ബംഗാളും മമതാ ബാനർജിയും, മമതയ്ക്കെതിരെ വേറെയും ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അമിത്ഷാ മമതയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയത്തിൽ. ഈ അതിർത്തി കടന്ന് ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ എത്തിക്കുകയും അവർക്ക് വോട്ടവകാശം കൊടുക്കുകയും അവർക്ക് ആധാർ കാർഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് മമതാ ബാനർജിയുടെ ഒരു സ്ഥിരം ഹോബിയായി മാറിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ അതിർത്തി വേലി കെട്ടി അടയ്ക്കാൻ മമത സമ്മതിക്കുന്നില്ല. കാരണം അതിർത്തി വേലി കെട്ടി അടച്ചാൽ മമതയുടെ കച്ചവടം പൂട്ടിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ഭരണം പിടിക്കണം, എനിക്ക് ഭരണം എൻ്റെ കയ്യിൽ നിൽക്കണം എന്നുള്ളതാണ് മമതയുടെ ഒരു താല്പര്യം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. ഈ പറഞ്ഞതുപോലെ സനാതനധർമ്മത്തെ ആക്ഷേപിക്കും, അവർ കുംഭമേളയെ അധിക്ഷേപിക്കും, ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഇതൊക്കെ ഈ മതനിന്ദ കുറ്റം ആരോപിച്ച് ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അതേസമയം സനാതനധർമ്മത്തെ ആക്ഷേപിക്കുന്നവരെ, കുംഭമേളയെ പരിഹസിക്കുന്നവരെ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ്. മമത വളരെ ഏകപക്ഷീയമായിട്ട് പക്ഷപാതത്തോടുകൂടി മമത പെരുമാറുകയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഇത് ഭൂഷണമല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമുക്കറിയാം, അവിടുത്തെ ഗവർണർ ആനന്ദ് ബോസ്, മലയാളി കൂടിയായ CV ആനന്ദ ബോസ് ഈ മമതയുടെ ദുർഭരണത്തിനെതിരെ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. വേണ്ടി വന്നാൽ 356 വകുപ്പ് പ്രയോഗിച്ച് മമതാ സർക്കാരിനെ പിരിച്ചുവിടണം എന്ന് പോലും അദ്ദേഹം ആ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ അതും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഏകപക്ഷീയമായിട്ടാണ് മമത പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് പോലും ഇതിനെതിരെ വളരെ ശക്തമായി മമതയുടെ ഈ രണ്ടും കെട്ട നിലപാടിനെതിരെ, ഈ മുസ്ലിം പ്രീണനത്തിനെതിരെ, എടുത്തു പറയണം, മുസ്ലിം മതപ്രീണനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ.